നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM പ്രായപരിധി മാനദണ്ഡത്തിൽ പിണറായി വിജയന് ഇളവ് തുടരുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിൽ അസ്വാഭാവികതയുള്ളതായി പിണറായി വിജയൻ. യാതൊരു പ്രകോപനവുമില്ലാതെ ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരമൊരു അഭിപ്രായം ഒരു ദൃശ്യമാധ്യമത്തോട് പറഞ്ഞത് തന്റെ ശത്രുക്കളെ ഒന്നടങ്കം തനിക്കെതിരെ അണിനിരത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന സംശയമാണ് പിണറായിക്കുള്ളത്. ഫലത്തിൽ കോൺഗ്രസിലുള്ള മുഖ്യമന്ത്രി പ്രതിസന്ധി CPMനെയും ബാധിക്കുകയാണ്. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് പിണറായിക്ക് ഇളവ് നൽകിയത്. പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന രാജ്യത്തെ ഏക നേതാവാണ് പിണറായി എന്നും ഗോവിന്ദൻ പറയുന്നു. പ്രായപരിധി ഇളവ് നൽകുന്നതിൽ തെറ്റില്ല എന്ന് മുൻ മന്ത്രി G സുധാകരൻ പറഞ്ഞു. പ്രായമല്ല, യോഗ്യതയാണ് മാനദണ്ഡമാകേണ്ടത്. ഇനിയും എനിക്ക് ഒരു 10 വർഷം പ്രവർത്തിക്കാനുള്ള ഊർജ്ജമുണ്ടെന്നും സുധാകരൻ പ്രതികരിച്ചു. പ്രായത്തേക്കാൾ ഉപരി ആവശ്യകതയാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ സുധാകരൻ വിഷയത്തിൽ അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു. 75 വയസ്സ് തികഞ്ഞവർ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിയണമെന്ന ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആണ് അംഗീകരിച്ചത്. ഇതിലാണ് പിണറായി വിജയൻ മാത്രം ഇളവ് നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അരിഞ്ഞു വീഴ്ത്താനുള്ള ആഗ്രഹമാണ് CPM PBക്കുള്ളത്. PB അംഗങ്ങളുടെ പ്രായപരിധി 75 വയസ്സാക്കി നിജപ്പെടുത്താനാണ് തീരുമാനം എടുത്തത്. അങ്ങനെ സംഭവിച്ചാൽ പിണറായി PBയിൽ നിന്നും പുറത്താകും. 2025 നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. എന്നാൽ പിണറായിക്ക് ഇളവ് നൽകുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച നേതാക്കളുടെ 75 വയസ്സ് പ്രായപരിധി തുടരണമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ തീരുമാനം. പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ നടന്ന ഒരു ദിവസത്തെ PB യോഗത്തിലാണ് പ്രായപരിധി പുനഃപരിശോധിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഉയർന്നത്. പിണറായി വിജയൻ PBയിൽ തുടരുന്ന കാര്യം അടുത്ത പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. പിണറായിയെ PBയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന താൽപര്യമാണ് PB അംഗങ്ങൾക്ക് ഉള്ളത്. 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുക്കാത്തവരിൽ പിണറായിയെ ഉറ്റുനോക്കും. അവർക്കെല്ലാം തന്നെ ഇളവ് നൽകണമോ എന്ന ചർച്ച വന്നപ്പോൾ ബംഗാൾ സഖാക്കൾ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. PBയിൽ പുതിയ ടീം വരട്ടെ എന്നാണ് എല്ലാവരുടെയും താല്പര്യം. പിണറായിയുടെ BJP താല്പര്യമാണ് എതിർപ്പിന് കാരണം. കണ്ണൂരിൽ നടന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് 75 വയസ്സ് എന്ന പ്രായപരിധി പാർട്ടി നിജപ്പെടുത്തിയത്. നിലവിൽ പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, പിണറായി വിജയൻ, സൂര്യകാന്ത് മിശ്ര, G രാമകൃഷ്ണൻ, സുഭാഷിണി അലി എന്നിവർക്ക് 75 വയസ്സ് പൂർത്തിയായി. ഇവരെല്ലാം പുറത്താക്കേണ്ടതുണ്ട്. അവർ മാറി നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഘട്ടത്തിലാണ് ഇതിൽ മാറ്റം വേണമെന്ന നേതൃതലത്തിൽ തന്നെ ആവശ്യം ഉയർന്നത്. തമിഴ്നാട്ടിൽ നടക്കുന്ന 24 പാർട്ടി കോൺഗ്രസിന് വേണ്ടിയുള്ള കരട് മേഖലകൾ ചർച്ച ചെയ്യുന്നതിനായുള്ള 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം നടന്നത്. പ്രായപരിധി മാനദണ്ഡം പാർട്ടിക്ക് ഗുണമാകില്ല എന്ന മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്ന തീരുമാനം പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണം. ചട്ടം കൊണ്ടുവന്നിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ എന്നും ഈ ചട്ടം ഇരുമ്പുലക്കമൊന്നുമല്ലല്ലോ എന്നും സുധാകരൻ ചോദിച്ചു. EMSന്റെയും AKGയുടെയും കാലത്തായിരുന്നു എങ്കിൽ അവർ എന്നെ റിട്ടയർ ചെയ്തു പോകേണ്ടി വന്നേനെ എന്നും അദ്ദേഹം പറയുന്നു. 75 വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നു. ഞങ്ങളെല്ലാം അംഗീകരിച്ചു. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ? ചട്ടം ഇരുമ്പുലക്കയല്ലല്ലോ. പറ്റിയ നേതാക്കളെ കിട്ടാതെ വന്നാൽ എന്തു ചെയ്യും? 75 വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ വയസ്സായതുകൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും സുധാകരൻ ചോദിച്ചു. പിണറായി വിജയന് 75 വയസ്സ് കഴിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ വേറെ ആള് വേണ്ടേ? പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയത്. പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ് വിരമിക്കൽ. പറ്റിയ നേതാക്കളെ പൊതുജനങ്ങൾ ബഹുമാനിക്കുന്നവരെ കിട്ടാനില്ല എങ്കിൽ എന്തു ചെയ്യും? ഇതെല്ലാം ഗൗരവമുള്ള കാര്യമാണ്. ഇതെല്ലാം സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത്. തോൽക്കുമെന്ന് മനസ്സിലായിട്ട് ഈ അസംബ്ലിയിലും പാർലമെന്റിലും ആളെ നിർത്തിയിട്ട് കാര്യമുണ്ടോ? അയാൾ തോറ്റുപോകും എന്നറിയാം. ചുമ്മാതെ നിർത്തുകയാണ്. പാർലമെന്റിലെ എല്ലാം തോൽക്കുമെന്ന് അറിഞ്ഞിരുന്നു കൊണ്ടല്ലേ പലരും നിൽക്കുന്നത്? ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണെന്നും സുധാകരൻ പറയുന്നു. 2021 പിണറായി വിജയന്റെ രാഷ്ട്രീയ വസന്തം അസ്തമിക്കുമോ എന്ന രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. CPM പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി എന്നിവിടങ്ങളിലെ പ്രായപരിധി 75 വയസ്സാക്കിയതോടുകൂടി 2021 നടന്ന പാർട്ടി കോൺഗ്രസിൽ നിന്നും പിണറായി പുറത്താകുന്നു എന്നാണ് കരുതുന്നത്. എന്നാൽ ഇളവ് കിട്ടി പിണറായിയെ വെട്ടുക എന്ന ലക്ഷ്യത്തോടെ സീതാറാം യെച്ചൂരി രൂപം കൊടുത്ത ഡിസൈനാണ് PBയിലെ പ്രായപരിധി എന്നാണ് പിണറായി ഭക്തർ പറയുന്നത്. പിണറായി മാത്രമാണ് യെച്ചൂരിയെ എതിർത്ത് സംസാരിക്കാൻ കരുത്തുള്ളതായി PBയിൽ ഉണ്ടായിരുന്നത്. കരാട്ട് ഉണ്ടെങ്കിലും അദ്ദേഹം സമവായ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. സംസ്ഥാനത്ത് നിന്നുള്ള MA ബേബിയും യെച്ചൂരിക്ക് പൂർണ്ണമായും അനുകൂലിക്കുന്നവരെയാണ്. ബേബിയെ PB അംഗമാക്കി കേരളത്തിൽ നിന്നും കടത്തിയത് പിണറായിയാണ്.
PB അംഗമാണെങ്കിലും PB അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന് ആഗ്രഹം കേരളത്തിൽ തുടരാനായിരുന്നു. മരിക്കുമ്പോൾ 70 കഴിയാത്ത യെച്ചൂരിക്ക് വർഷങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. എല്ലാവരോടും സൗമ്യനായി പെരുമാറുന്ന യെച്ചൂരിക്ക് അതിനുശേഷം പ്രായത്തിൽ ഇളവ് നൽകാനും സാധ്യത ഉണ്ടായിരുന്നു. 2018 ഏപ്രിൽ 18 മുതൽ 22 വരെ ഹൈദരാബാദിൽ നടന്ന CPM 22ാം പാർട്ടി കോൺഗ്രസ് ആണ് 22ാമത്തെ PBയെ തെരഞ്ഞെടുത്തത്. 17 അംഗ പോളിറ്റ് ബ്യൂറോ ആണ് നിലവിലുള്ളത്. പിണറായി ഒഴിച്ച് PBയിൽ ബാക്കിയുള്ളവരെല്ലാം യെച്ചൂരി പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. എന്നാൽ പിണറായി യെച്ചൂരിക്കെതിരെ കർശന നിലപാടാണ് സ്വീകരിച്ചത്. യെച്ചൂരി മരിച്ചതോടുകൂടി ആ ശല്യം പിണറായിക്ക് ഇല്ലാതെയായി എന്ന മട്ടാണ്. യെച്ചൂരിയെ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിൽ അയക്കാനുള്ള നീക്കം തടഞ്ഞത് പിണറായിയാണ്. യെച്ചൂരിയെ രാജ്യസഭയിൽ അയക്കുക എന്നത് സോണിയാഗാന്ധിയുടെ താൽപര്യമായിരുന്നു. മോദിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കാൻ യെച്ചൂരിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു സോണിയയുടെ ശ്രമം. എന്നാൽ യെച്ചൂരി കോൺഗ്രസിന്റെ ചെലവിൽ രാജ്യസഭയിലേക്ക് പോകേണ്ട എന്ന് പിണറായി തീരുമാനിച്ചു. ഇതിനെ തുടർന്ന് യെച്ചൂരി പിന്മാറി. അന്നു മുതൽ പിണറായിയും യെച്ചൂരിയും പൂർണ്ണമായി തെറ്റി. പാർട്ടി സെക്രട്ടറി പാർലമെന്റ് അംഗമാകുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് പിണറായി അന്ന് പറഞ്ഞത്. കേരളത്തിൽ നിന്നും വീരേന്ദ്രകുമാറിന്റെ ഒഴിവിൽ യെച്ചൂരിയെ രാജ്യസഭയിൽ അയക്കാമായിരുന്നു. എന്നാൽ അത് സംഭവിക്കാതിരിക്കാനാണ് വീരൻ ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ തന്നെ പിണറായി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചത്. പ്രകാശ് കാരാട്ടിന്റെ സ്വന്തം ആൾ എന്നാണ് പിണറായി അറിയപ്പെടുന്നത്. S രാമചന്ദ്രൻ പിള്ളയും പിണറായിയുടെ അടുപ്പക്കാരനാണ്. പിണറായി ഇവരുടെ ഗ്രൂപ്പിലാണ് ഉള്ളത്. സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി മലയാളികൾ വരാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരിയുടെ പിൻഗാമി ആരാകുമെന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, അതുപോലെ തന്നെ MA ബേബി എന്നീ പേരുകളാണ് ചർച്ചകളിൽ ഉണ്ടായിരുന്നത്. പുതിയ ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ തീരുമാനിക്കുകയാണോ അതോ ഒരു കൺവീനറെ നിയോഗിച്ചാൽ മതിയോ എന്നും CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ച വന്നു. പാർട്ടി കോൺഗ്രസ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ചുമതല നൽകാനായിരുന്നു കൂടുതൽ സാധ്യത. ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുമ്പോൾ മരണമടയുന്ന ആദ്യ നേതാവാണ് യെച്ചൂരി എന്നതിനാൽ പാർട്ടിക്ക് മുന്നിൽ ഇത്തരമൊരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ട മുൻ അനുഭവം ഉണ്ടായിട്ടില്ല. യെച്ചൂരി ആശുപത്രിയിലിരുന്നപ്പോൾ 17 അംഗ PB പാർട്ടി സെനറ്റാണ് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെനറ്റിൽ പ്രവർത്തിച്ചിരുന്ന PB അംഗങ്ങൾ ഓരോരുത്തർക്കും ചുമതലകൾ വിഭജിച്ചു നൽകി. ജനറൽ സെക്രട്ടറി ഏകപക്ഷീയമായി തീരുമാനം കൈക്കൊള്ളുന്ന സംഘടനാ സംവിധാനമല്ല CPMന്റേത്. ജനറൽ സെക്രട്ടറി അടക്കം 10 അംഗങ്ങളാണ് PBയിലെ പാർട്ടി സെന്ററിലുള്ളത്. യെച്ചൂരിയുടെ വേർപാടിനെ തുടർന്ന് അത് 9 ആയി. മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, MA ബേബി, തപൻ സെൻ, PV രഘുവലു, അതുപോലെ തന്നെ സുഭാഷിണി അലി, നീലോൽപൽ ബസു, A വിജയരാഘവൻ, അശോക് ദാവ്ലെ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. പുതിയ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഊഹാപോഹങ്ങൾ സജീവമായിരുന്നു. സ്വീകാര്യതയുള്ള നേതാവെന്ന നിലയിൽ MA ബേബിയുടെ പേരും ജനറൽ സെക്രട്ടറി ആവാൻ സജീവമായിരുന്നു. കേരള ഘടകത്തിന്റെ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായി. PBയിൽ താരതമ്യേന ജൂനിയർ ആണെങ്കിലും പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ പേരും BV രഘവുലു, അതുപോലെ തന്നെ തപൻ സെൻ, മണിക് സർക്കാർ എന്നീ പേരുകളും ചർച്ചയായി ബേബിയെ വെട്ടാൻ പിണറായി നീക്കം നടത്തിയിട്ടുണ്ട്. അത് ജയിച്ചു കഴിഞ്ഞു. സീതാറാം യെച്ചൂരി തനിക്ക് നൽകിയ സമ്മർദ്ദങ്ങൾ ബേബിയിലൂടെ ആവർത്തിക്കുന്നത് പിണറായിക്ക് സഹിക്കാനാവില്ല. ബേബിക്കാണെങ്കിൽ തന്നോട് പണ്ടേ പോരാ എന്ന് പിണറായിക്ക് നന്നായി അറിയാം. ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന കേരള CPMൽ ബേബി നടത്താൻ ഉദ്ദേശിക്കുന്ന ശുദ്ധീകരണം പിണറായി ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സർക്കാരും ഫോറം ഫോർ പിണറായി എന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കില്ല എങ്കിൽ കേരളത്തിൽ CPMന് ബംഗാളിന്റെ ഗതി വരുമെന്നും സംസ്ഥാന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. കുറെ നാളായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം CPM കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യണമെന്നും ഒരു കാരണവശാലും കേരളത്തിന് വിട്ടുകൊടുക്കരുത് എന്നും CPM സംസ്ഥാന നേതാക്കളിൽ ഒരു വിഭാഗം സീതാറാം യെച്ചൂരിയെ അറിയിച്ചിരുന്നു. പല നേതാക്കളും പിണറായിക്ക് വിശ്രമം അനുവദിക്കണമെന്ന അഭിപ്രായക്കാരാണ്. കേരളത്തിൽ ഇടതുമുന്നണി തോൽക്കാൻ കാരണം മോദി വിരോധമാണ് എന്ന പിണറായിയുടെ നിയമസഭാ പ്രസംഗം ജനത്തിനോടൊപ്പം തന്നെ CPM നേതാക്കളും പുച്ഛിച്ചു തള്ളി. യെച്ചൂരിക്ക് മുന്നിൽ തലകുനിച്ച് പിണറായി ഇരുന്ന ചിത്രം കാണാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അത് രചിക്കാൻ പോകുന്നത് പുതിയ കേരളത്തിന്റെ CPM രാഷ്ട്രീയമാണ് എന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോഴാണ് യെച്ചൂരി യാത്രയാകുന്നത്. ഇത്തരത്തിൽ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പിണറായി PBയിൽ നിന്നും വെട്ടാനാണ് തന്നെയാണ് തീരുമാനം. അങ്ങനെ വെട്ടിയാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന് മാത്രം. 2026 ഭരണവും 2025 PB സ്ഥാനവും പോയാൽ പിണറായി ആരുമല്ലാതെയാകും. അത്തരമൊരു നീക്കം ശക്തമാകുമ്പോഴാണ് MV ഗോവിന്ദന്റെ ഉദ്ദേശം ഇങ്ങനെ വരുന്നത്. മുഖ്യന്റെ സംശയം തീർത്തും തെറ്റാണ് എന്ന് പറയുക വയ്യ. കാരണം MV ഗോവിന്ദന്റെ സ്വപ്നത്തിലെ മുഖ്യമന്ത്രി കുപ്പായം ആടി ഉലയുന്നുണ്ട്.